നടൻ മോഹൻലാലിനെതിരെ പ്രതിരോധ മന്ത്രാലയത്തിന് പരാതി. എമ്പുരാനിലെ കഥാപാത്രത്തിനെതിരെ കോഴിക്കോട് സ്വദേശി മിഥുൻ വിജയകുമാറാണ് പരാതി നൽകിയത്. മോഹൻലാൽ സൈനിക ബഹുമതിയുടെ അന്തസ്സിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്നാണ് പരാതി. മോഹൻലാലിന്റെ ഓണററി പദവി പുനരവലോകനം ചെയ്യണമെന്നും പരാതിയിൽ പറയുന്നു. എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് എ കെ അഭിലാഷ്. UPA കാലത്താണ് മോഹൻലാലിന് ഓണററി പദവിയായി ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുക്കുന്നത്. അത് ഇപ്പോൾ പുനർവിചിന്തനം ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം മിഥുൻ വിജയകുമാർ ഇവന്മാരുടെയൊക്കെ തലയില് തലച്ചോറിന് പകരം ചകിരിച്ചോറാണെന്ന് തോന്നുന്നു കുത്തി നിറച്ചേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ചിന്തിക്കാതെ വിവരമില്ലാതെ ബുദ്ധിയില്ലാതെ ആരെങ്കിലുമൊക്കെ പെരുമാറുമോ? അതിനെ വെറും ഒരു സിനിമയായിട്ട് കാണേണ്ട വഴിക്ക് വെറുതെ ഊതിപ്പെരുപ്പിച്ച് ഇത്രയൊക്കെ വിഷയമാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ മോഹൻലാലിന്റെ ഓണററി പദവിയിലാണ് എല്ലാവരും കണ്ടുവച്ചേക്കുന്നത്. അതെടുത്ത് മാറ്റി കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങ് സമാധാനമാകും. എന്ത് കാര്യത്തിന്, എന്ത് ആവശ്യത്തിന്? അതിന് മാത്രം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ മോഹൻലാലിന് അങ്ങ് ലേബിൾ കൊടുക്കുകയാണ്. മോഹൻലാൽ ഇന്ന ആളുടെ ആളാണ്, ഇന്ന പാർട്ടിയുടെ ആളാണ്, ഇന്ന സമുദായത്തിന്റെ ആളാണ്. അങ്ങനെയുള്ള ലേബിളൊന്നും മോഹൻലാലിന് കൊടുക്കണ്ട. മോഹൻലാൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന പാർട്ടിയിലുള്ള ആളാണ്, ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട ആളാണെന്ന് മോഹൻലാൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല. മോഹൻലാൽ അങ്ങനെ പറയാത്തിടത്തോളം കാലം മലയാള സിനിമയുടെ ഭാഗമാണ് അദ്ദേഹം, കേരളത്തിലെ ആൾക്കാരുടെ ഭാഗമാണ് അദ്ദേഹം. അങ്ങനെ മാത്രം അദ്ദേഹത്തെ കൺസിഡർ ചെയ്താൽ മതി. അദ്ദേഹവും അങ്ങനെയാണ് ഇതുവരെയും അദ്ദേഹത്തെ ചിത്രീകരിച്ചിട്ടുള്ളത്. വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എമ്പുരാൻ വിഷയത്തിലുള്ള വീഡിയോസ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വെറും ഒരു മലയാള സിനിമ, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സാധാരണ മലയാള സിനിമ ഇത്രയങ്ങ് കോളിളക്കം സൃഷ്ടിച്ചു എന്നുണ്ടെങ്കിൽ എമ്പുരാനിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് സത്യം, അല്ലേ? അതായത് ഇന്ത്യയെ മുഴുവൻ ഈ സിനിമ പിടിച്ചു കുലുക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഈ സിനിമ ഒരു വെല്ലുവിളിയാകുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് എമ്പുരാനിൽ ഇത്രയ്ക്കുള്ളത് എന്ന് ആൾക്കാർ പോലും ക്യൂരിയസ് ആവും. ആ ക്യൂരിയോസിറ്റിയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒതുങ്ങി തീരേണ്ട ഒരു സിനിമ, അങ്ങനെ തന്നെ പറയാം, ഒരാഴ്ചയ്ക്കുള്ളിൽ കോളിളക്കമൊക്കെ അവസാനിക്കേണ്ട ഒരു സിനിമ ഇപ്പോഴും ജീവസുറ്റ രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഉള്ളിലുണ്ടായ ആ ഒരു ക്യൂരിയോസിറ്റിയാണ് അതിന് കാരണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊക്കെ എമ്പുരാന് ദോഷമല്ല ചെയ്തേക്കുന്നത്, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് നല്ലതാണ് ചെയ്തേക്കുന്നത്. ഇത്രയും കോളിളക്കം ഉണ്ടായത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ആ സിനിമ കാണാൻ വേണ്ടി പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മന്ദബുദ്ധികളാവുകയാണ്, സ്വയം അങ്ങ് മന്ദബുദ്ധികളായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് കേട്ടിട്ട് ഒന്നും ചിന്തിക്കാതെ അവരുടെ പുറകെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ ഈ ആദ്യം കാണിച്ച വാർത്ത. ഇന്നലെ ആസിഫ് അലി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് ആസിഫ് അലി കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ആദ്യം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം എന്ന് പറയുമല്ലോ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊരു വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് എഴുതി വിടുമ്പോൾ ഉണ്ടാകുന്ന വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, ചില കോമൻസ് ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സിനിമയായിട്ട് തന്നെ കാണുക, അത് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ്. അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൽ എഴുതി കാണിക്കാറുണ്ട് നമുക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരായിട്ട് ഇതിന് ബന്ധമില്ലെന്നും ഇത് സാങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാം. അപ്പോൾ അതിനെ അങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് പല രീതിയിൽ ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ എനിക്ക് അറിയില്ല. പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സിനിമയായിട്ട് കാണുക. ആ 3 മണിക്കൂർ അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമായിട്ട് സിനിമയെ കാണുക. സിനിമയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം വേണമെന്ന് എന്ന് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്കാണ്. അപ്പോൾ ആ തീരുമാനം നമ്മുടെ കൈകളിലായിരിക്കണം. അത് സിനിമയായാലും നമ്മുടെ ചുറ്റുപാടുകളായാലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. ആസിഫ് അലി ഇവിടെ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. നോർമൽ ആയിട്ടുള്ളൊരു ഒരു സിനിമ എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കാണുക, ഒരു ഫിക്ഷണൽ സ്റ്റോറി എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കാണുക. അങ്ങനെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ലായിരുന്നു. സത്യത്തിൽ ഈ വിവാദം ഉണ്ടായില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇതിനെ അങ്ങനെയേ കാണത്തുള്ളായിരുന്നു. പക്ഷേ ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ഒരു വിവാദമാക്കിയതോട് കൂടിയിട്ട് ഇപ്പൊ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മങ്ങിപ്പോയ പല കാര്യങ്ങളും ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. നോർമൽ ആയിട്ടുള്ളൊരു സിനിമയായിട്ട് ഇതിനെ ആൾക്കാർ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ, ഇതിനെ ഇത്രയും വിവാദമാക്കിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നോർമൽ ആയിട്ടുള്ള സിനിമയായിട്ട് തന്നെ ഇത് പോയേനെ, ഒരു സാധാരണ കഥ എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ പോയേനെ. പക്ഷെ ഇപ്പൊ ഇത്രയും വഷളാക്കിയത് ആരാണ്? ഈ ആൾക്കാർ, ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരാണ്, രാഷ്ട്രീയ നേതാക്കളാണ്. ഓരോരോ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇതിനെ ഇത്രയും വഷളാക്കിയത്. എന്തിനു വഷളാക്കി? ഒരാവശ്യമില്ലായിരുന്നു. ഇപ്പൊ പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ലേ?
ഇപ്പൊ ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു ചിത്രം എന്താണ്? ഈ ഒരു സിനിമ പലരെയും പേടിപ്പിക്കുന്നു. അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമാണ് എന്നല്ലേ ആൾക്കാർ വിചാരിക്കത്തുള്ളൂ, ആൾക്കാർ കരുതത്തുള്ളൂ. എന്തിനാ നിങ്ങളായിട്ട് അങ്ങനെ ഒരു ഇമേജ് കൊടുത്തത് ആൾക്കാരുടെ ഉള്ളിൽ? ശരിക്കും ആൾക്കാരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കാരണം ആരാണ്? ഈ വിവാദമാക്കിയ ആൾക്കാരാണ് ഇതിനൊക്കെ കാരണം. സത്യത്തില് ഈ മോഹൻലാലിനെ ഇത്രയൊക്കെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ച്, പൃഥ്വിരാജിനെ ഇത്രയൊക്കെ ഈ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചത് ആരാണെന്ന് അറിയാമോ? മേജർ രവി എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലായിരുന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ആവത്തില്ലായിരുന്നു. ഒരു കാര്യവും ഇല്ലാതെ അയാൾക്ക് നേരിട്ട് കണ്ട് പരിചയമുണ്ട് എന്നുള്ള രീതിയിലാണ് മേജർ രവി സംസാരിച്ചത്. മോഹൻലാൽ സിനിമ കണ്ടിട്ടില്ല, മോഹൻലാൽ കഥ കേട്ടിട്ടില്ല, മോഹൻലാൽ കണ്ണടച്ചായിരുന്നു അഭിനയിച്ചിരുന്നത്. ഞാൻ ഒരു വീഡിയോയും കൂടി കാണിച്ചു തരാം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാലിനെ ഉപയോഗപ്പെടുത്തുകയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. അസംബന്ധമാണ്. മോഹൻലാലിന് അങ്ങനെ അഭിപ്രായമില്ല എന്ന് മാത്രവുമല്ല, മോഹൻലാൽ ഈ സിനിമ പ്രിവ്യൂ കണ്ടിട്ടുണ്ട് എന്ന് പരസ്യമായി തന്നെ സിനിമയുടെ ലോഞ്ചിങ് വേളയിൽ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ മോഹൻലാൽ പ്രിവ്യൂ കണ്ടിട്ടില്ലെന്നും മോഹൻലാലിനെ ചതിച്ചു എന്നുള്ള ലൈൻ എന്ന് പറയുന്നത് ഒരു മേജർ റിവ്യൂ ലൈനാണ്. ആ മേജർ റിവ്യൂ ലൈൻ എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് മല്ലിക സുകുമാരൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതും താൻ സംവിധാനം ചെയ്യാത്ത, താൻ ഭാഗമല്ലാത്ത ഒരു സിനിമയുടെ കാര്യത്തിൽ അങ്ങോട്ട് കയറി ഇടപെട്ട് അതിനെ കുളമാക്കിയതും ഇതിനെ ഇത്രമാത്രം ആ രീതിയിൽ മലീമസമാക്കിയതും ഈ പറയുന്ന മേജർ റിവ്യൂ ആണ്. ഫ്രം സോഴ്സസ് ഐ സേ ഇതിനെ ഇത്രയും അധികം രാഷ്ട്രീയവൽക്കരിച്ചതിന് പിന്നിൽ ആ മാന്യന് ഒരു പ്രത്യേക റോളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേട്ടില്ലേ? മേജർ രവിയാണ് ഇത്രയും ഈ വിഷയത്തെ വഷളാക്കിയത്. ഇത്രയും വളച്ചൊടിച്ചത് മേജർ രവിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ്. ഈ സിനിമയുടെ കഥ എഴുതിയ മുരളി ഗോപി, പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ മാപ്പ് പറയില്ല എന്ന്. മാപ്പ് പറയേണ്ട ആവശ്യം എന്താണ്? പുള്ളിക്കാരനൊരു സ്റ്റോറി എഴുതി, ഒരു കഥ എഴുതി. കഥയ്ക്കപ്പുറം അതിന് ഇത്രയും മൂല്യം കൊടുത്തത് ആരാണ്? ഈ വിവാദം ഉണ്ടാക്കിയ ആൾക്കാരാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ സിനിമയെ മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഞാൻ ഗൂഗിൾ ചെയ്തു. ഈ ഇൻസിഡന്റ് എന്താണ്? യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായോ? ആ ഇൻസിഡന്റ് എന്താണ്? ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ഒരു കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ ഈ ഇൻസിഡന്റിനെ കുറിച്ച്. ആ സിനിമയിൽ പറഞ്ഞേക്കുന്ന ആ ഇൻസിഡന്റിനെ കുറിച്ച് ജസ്റ്റ് ഒരു കേട്ടുകേൾവി മാത്രമാണ് നമുക്കുള്ളത്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ പലരും ആ ഇൻസിഡന്റ് എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാകും. ആ വില്ലന്റെ പേര് ഗൂഗിൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഗൂഗിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ കഥ എഴുതിയ ആ റൈറ്റർ ഉദ്ദേശിച്ച കാര്യം നടന്നു, ആൾക്കാരിലേക്ക് എത്തി. മങ്ങിപ്പോയ, ആൾക്കാർ മറന്നുപോയ പല സംഭവങ്ങളെക്കുറിച്ചും ഇപ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട്. അതാണ് എമ്പുരാന്റെ പ്രസക്തി. എമ്പുരാൻ സമൂഹത്തിൽ സൃഷ്ടിച്ച ആ കോളിളക്കം, സൃഷ്ടിച്ച മാറ്റം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൾക്കാർ മറന്നുപോയ, ചർച്ച ചെയ്യാതെ മങ്ങിപ്പോയ പല വിഷയങ്ങളും ഇപ്പോൾ ഉണർന്നു വന്നു. ആ വിഷയങ്ങളെ ആൾക്കാർ ചർച്ച ചെയ്യുന്നു, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, ആ വിഷയങ്ങളെ കുറിച്ചിട്ട് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോഴത്തെ പുതുതലമുറ 2K കിഡ്സ് എന്ന് പറയത്തില്ലേ, 2K കിഡ്സിന് പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഈ 2K കിഡ്സ് പലരും ഈ വിഷയം ഗൂഗിൾ ചെയ്യാൻ തുടങ്ങി, ഈ വിഷയത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി, അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അതിന് പകരം ഈ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇത്രയൊക്കെ ആൾക്കാർ ഈ വിഷയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതിനകത്ത് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ലൈഫ് സ്റ്റോറി എന്നുള്ള രീതിയിൽ മാത്രം ഇതിനെ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു, ഒരു സിനിമ കാണുമ്പോൾ സിനിമയായിട്ട് കാണുക. സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു വിഷയവുമില്ല. റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 3 മണിക്കൂർ, അങ്ങനെ മാത്രം ആ 3 മണിക്കൂറിനെ കൺസിഡർ ചെയ്താൽ മതി. അതിപ്പോൾ ഏത് സിനിമയാണെങ്കിലും. നല്ലൊരു സിനിമാ പ്രേമി ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പം ഞാനൊരു സിനിമാ ലവറാണ്, ഞാൻ ചെയ്തത് അങ്ങനെയാണ്, ഞാൻ കൺസിഡർ ചെയ്തത് അങ്ങനെയാണ്. ഞാൻ കൂടുതലായിട്ടൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, അതിനെ പോർട്രേ ചെയ്തു, ഇത്രയും ധൈര്യത്തോടു കൂടി അത് പോർട്രേ ചെയ്തല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അതിലെനിക്ക് സന്തോഷം തോന്നി. പിന്നെ പല കാര്യങ്ങളും നമ്മൾ ബയാസ്ഡ് ആയിട്ട് ചിന്തിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശകലം സ്പോയിലറാണ്. സത്യത്തിൽ പല മോഹൻലാൽ ഫാൻസും പറയുന്നത് കേട്ടു, അത്രയ്ക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ലാലേട്ടനെ അത്ര നന്നായിട്ട് കാണിച്ചില്ല. അതെന്താണെന്നറിയാമോ? പല മോഹൻലാൽ ഫാൻസും ഈ സിനിമ കാണാൻ പോയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? L1 എന്ന് പറയുന്ന സിനിമ, ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഈ സിനിമ എന്ന രീതിയിലാണ്, ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് പല ആൾക്കാരും ഈ സിനിമയെ കാണാൻ പോയത്. അതായത് ലൂസിഫറിന്റെ എൻഡിങ്ങിൽ മോഹൻലാൽ ഒരു ഗ്യാങ്സ്റ്റർ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഗ്യാങ്സ്റ്ററിന്റെ സ്റ്റോറി കാണാനാണ് സത്യത്തിൽ ലൂസിഫർ 2 അല്ലെങ്കിൽ എമ്പുരാൻ വന്നപ്പോൾ L2 ഇറങ്ങിയപ്പോൾ ആൾക്കാർ പോയത്. പക്ഷേ L2ൽ
നമ്മുടെ മോഹൻലാലിൻ്റെ ക്യാരക്ടറിൻ്റെ സ്റ്റോറി അല്ല കാണിച്ചത്. പകരം മോഹൻലാലിൻ്റെ സൈഡ് ക്യാരക്ടറായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ സ്റ്റോറിയാണ് L2-ൽ കാണിച്ചത്. അതായത് യൂഷ്വലി ഒരു സിനിമ ഫോളോ ചെയ്തു വരുന്ന ഒരു പാറ്റേണിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ സിനിമ ഫോളോ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറിൻ്റെ ലൈഫ് സ്റ്റോറി, പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ എങ്ങനെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് വന്നു, എങ്ങനെ മോഹൻലാലിൻ്റെ കയ്യാളായി മാറി, ആ ഒരു സ്റ്റോറിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അയാളുടെ അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ടു, അയാളുടെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു, അതെങ്ങനെ നഷ്ടപ്പെട്ടു, എന്നിട്ട് അയാളുടെ പ്രതികാരം. ഇത്രയേ ഉള്ളൂ. ഇതിനെ ഇങ്ങനെ മാത്രം കാണ്, കൂടുതലൊന്നും ചിന്തിക്കണ്ട, ഒത്തിരി ഡെപ്തിലൊന്നും ചിന്തിക്കണ്ട. പക്ഷേ അത് പല രാഷ്ട്രീയക്കാർക്കും കയറിക്കൊണ്ടപ്പോൾ എന്തായി, അത് വലിയ വിവാദമായി, പ്രശ്നമായി, ബഹളമായി, ഇപ്പം ഇത്രയൊക്കെ വിഷയങ്ങളിലേക്ക് വന്നു നിൽക്കുന്നു.